സമൂഹ മാധ്യമങ്ങളിലൂടെ നമ്മളിൽ പലരും കണ്ടിട്ടുള്ളൊരു കിണറുണ്ട്. പാലക്കാട് കുമരനെല്ലൂരിലെ വൈറൽ വട്ടക്കിണർ. പ്രേക്ഷകർ മറക്കാൻ ഇടയില്ല, അത്രമാത്രം ബ്യൂട്ടിഫുൾ ആണത്. ഇനി കാണാത്തവർക്കാണ് ഈ കഥ പറയാൻ പോകുന്നത്. വിദേശ മലയാളികളടക്കം റീൽസിലൂടെ നൊസ്സടിപ്പിച്ച് നാട്ടിലെത്തിച്ച ആ വൈറൽ വട്ടക്കിണർ അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് കണ്ടുവരാം. പാലക്കാട് നിഖിൽ പ്രമേഷ് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണ്. കുമരനെല്ലൂരിലൂടെ ഒരു റൈഡ് പോവുകയാണ് നിഖിൽ. നമസ്കാരം. റൈഡിംഗ് റിപ്പോർട്ടർ ഇന്ന് യാത്ര പോകുന്നത് കഴിഞ്ഞ വർഷം സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലായ ഒരു കിണർ കാണാനാണ്. ഒരു കിണർ കാണാൻ എന്താണ് ഇത്ര എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ ഇതൊരു ഒന്നൊന്നര കിണറാണ്. റീൽസിലൊക്കെ തിളങ്ങിയ ഒരു കിണറാണ്. ഒരുപാടധികം ആളുകൾ ഒന്ന് വന്ന് കാണാൻ ആഗ്രഹിക്കുന്ന, ഒന്ന് കുളിക്കാൻ ആഗ്രഹിക്കുന്ന കിണറാണ്. ഗ്രാമാന്തരീക്ഷമാണ്. അവിടേക്കാണ് നമ്മുടെ യാത്ര. ഈ സൈക്കിളിൽ നമുക്ക് അവിടേക്ക് യാത്ര തിരിക്കാം. അങ്ങനെ കുമരനെല്ലൂരിൽ എത്തിയിരിക്കുകയാണ്. എന്തൊരു മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണല്ലേ. ഈ നമുക്ക് കണ്ണിൽ ഇരുഭാഗങ്ങളിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഒരുപാടധികം കിലോമീറ്ററുകളോളം പടർന്നു കിടക്കുന്ന നെൽപ്പാടം, കരിമ്പനകൾ, അങ്ങനെ പാലക്കാടിൻ്റെ ഒരു ഗ്രാമ സൗന്ദര്യം വിളിച്ചോതുന്ന എല്ലാ ചേരുവകളും ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വട്ടക്കിണറിലേക്ക് പോകാം. ഇവിടെ അടുത്താണ്. നമുക്ക് അവിടേക്ക് പോയി നോക്കാം, ആ കാഴ്ചകൾ ആസ്വദിക്കാം. നമസ്കാരക്കാ. ഇവിടെ ഒരു കിണറുണ്ട് കേട്ടു, അത് കാണാൻ വേണ്ടി വന്നതാണ്. എവിടെയാണ് കിണർ? ഓഹോ, ഇവിടെ ഒരുപാട് ആളുകളൊക്കെ ഇത് കാണാൻ വേണ്ടിയിട്ട് വരാറുണ്ടോ? നമ്മളൊക്കെ വാർത്ത കൊടുത്തിരുന്നു. ഓക്കെ 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 ഓക്കെ. മെമ്പർ ഉണ്ടല്ലോ അല്ലേ? നമുക്ക് മെമ്പറേയും കൂട്ടിയിട്ട് അങ്ങോട്ട് പോവാം. മെമ്പർ നമസ്കാരം. അപ്പോൾ മെമ്പർ, നിങ്ങളുടെ വാർഡിലാണ് ഇത്രയും പ്രസിദ്ധമായിട്ടുള്ള ഒരു കുളമുള്ളത്. നമുക്ക് നടക്കാം അങ്ങോട്ട്. ഒരുപാടധികം ആളുകൾ വരുന്നുണ്ടല്ലേ? ഒരുപാട് ആൾക്കാർ നമ്മൾ ഈ വാർഡിൽ ഈ വട്ടക്കിണർ ഫേമസ് ആയതിന് ശേഷം കാണാൻ വന്നു. അത് നമ്മൾക്ക് കൃഷിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്ന ഒരു കിണറായിരുന്നു. കൃഷിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അത് ബ്ലോക്ക് ഫണ്ട് വെച്ച് തന്ന നൂറുല്ലാമി മാഷാണ് അന്നത്തെ ബ്ലോക്ക് മെമ്പറാണ്. ആ മെമ്പറാണ് ഫണ്ട് വെച്ചിട്ട് അത് ഇതേ ഒരു രൂപത്തിലാക്കിയെടുത്തത്. ശരി, അപ്പോൾ നമുക്ക് കുറച്ച് ഇതിലൂടെ നടക്കാനുണ്ട്. അതിനുശേഷമാണ് അവിടെ കിണറുള്ളത്. അവിടെ ഇപ്പം തന്നെ കുളിക്കാനൊക്കെ ആളുകൾ എത്തിയിട്ടുണ്ട്. നമുക്ക് പോയി നോക്കാം. ഇതാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കണ്ട് വൈറലായ ആ വട്ടക്കിണർ. കഴിഞ്ഞ തവണ ഇതിൻ്റെ കാഴ്ചകൾ പ്രേക്ഷകരെ നമ്മൾ കാണിച്ചതാണ്. ഇത്തവണയും പക്ഷെ ഒരു മാറ്റവുമില്ല. അതായത് ഒരുപാട് ദിക്കുകളിൽ നിന്ന് ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്, കുളിക്കുന്നുണ്ട്, ഇവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കുന്നുണ്ട്, മടങ്ങിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും തൃപ്തരാണ്. ഇത് ഭംഗിയായി പരിപാലിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. വൈറലായി വട്ടക്കിണറിനെ കുറിച്ച് നമുക്ക് പ്രദേശവാസികളായിട്ടുള്ള ആളുകളോടൊക്കെ ഒന്ന് ചോദിക്കാം. ഈ ചേട്ടൻ ഇവിടെ ഒരുപാട് വർഷങ്ങളായിട്ടുള്ളതാണ്. നിങ്ങൾ എത്ര കാലമായിട്ട് ഇത് കാണുന്നുണ്ട്? ഞാനിവിടെ ഒരു 10 കൊല്ലമായി ഇത് കാണുന്നു. ഇത് മതിലുള്ള ഇത് റിങ്ങില്ല, ഒരു കളർ മാത്രമേ ഉള്ളൂ. പിന്നീട് 4 കൊല്ലം കഴിഞ്ഞിട്ടാണ് റിങ് ചെയ്തത്. അപ്പോൾ ഈ വർഷക്കാലം ആയിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു നല്ലൊരു എൻജോയ് ചെയ്ത് ഇങ്ങനൊരു വർക്ക് ചെയ്ത കാരണം നല്ലൊരു ആസ്വദിക്കാനും പല ദേശങ്ങളിൽ നിന്ന് ആളുകൾ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഈ വർഷക്കാലമായ വേനൽക്കൊരു തുള്ളി വെള്ളമില്ല ഇതിൽ. അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. തീരെ പറ്റ വരണ്ട് നിൽക്കും. ഇപ്പോൾ ഈ കാഴ്ചകൾ കാണാൻ വേണ്ടി ഇവിടേക്ക് എത്തിച്ചേർന്ന കുറച്ച് ആളുകൾ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയുണ്ട് ഇത്? നേരത്തെ റീൽസിലൊക്കെ കണ്ടിരുന്നത്? റീൽസിൽ കണ്ടിട്ടാണ് വന്നത്. സംഭവം അടിപൊളിയാണ്, നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഞാൻ പുറത്ത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ വന്നത്. അപ്പോൾ ഇവരിങ്ങനെ പെങ്ങളെ കുട്ടികളാണ്. അപ്പോൾ അവർ പറഞ്ഞപ്പോൾ കാണാൻ വേണ്ടി വന്നതാണ്. അടിപൊളിയായിട്ടുണ്ട്, കുളിക്കണം. ഡ്രോൺ ഷോട്ടാണ് കണ്ടത് ഇൻസ്റ്റാഗ്രാമിൽ. അങ്ങനെ കണ്ടു. അപ്പം അടിപൊളിയാണ് കാണാൻ. നല്ല നീല കളർ വെള്ളം, നല്ല അടിപൊളിയാണ്, നല്ല രസമുണ്ട് കാണാൻ. നിങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു? ഇറങ്ങിയിട്ടുണ്ട്. എപ്പോൾ ഇറങ്ങി? അത് ഞങ്ങള് കുറച്ച് ദിവസം മുമ്പല്ല, വർഷങ്ങൾക്ക് ശേഷം. നല്ല ആളില്ല. അപ്പൊ നിനക്ക് എങ്ങനെ നിൽക്കാൻ പറ്റും? ട്യൂബ് ഇട്ടിട്ട്. ഇഷ്ടപ്പെട്ടു അല്ലേ?
ചാടി കഴിഞ്ഞപ്പോൾ എന്താ ഇവിടുത്തെ ഒരു അനുഭവം? നല്ല രസമുണ്ട് നീന്താൻ, നല്ല വലിയ വട്ട കുളമായതുകൊണ്ട് നല്ല അടിപൊളിയാണ്. പിന്നെ കുറേ മുന്നേ റീൽസിലൊക്കെ എന്നെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യം വന്നിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ കുറേ വരാൻ തോന്നി, അങ്ങനെ വന്നതാണ്. അടിച്ചുപൊളി. അടിപൊളിയാണ് നീന്താൻ. കുറച്ചുകൂടെ മഴ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ വെള്ളം നല്ല അത്യാവശ്യം നല്ല നിറയും. അപ്പോഴാണ് നീന്താൻ ഒന്നുകൂടി സുഖം. നല്ല തണുപ്പുണ്ടാവും. അങ്ങനെ കുമരനെല്ലൂരിലെ ആ വൈറൽ വട്ടക്കിണറിന്റെ വിശേഷങ്ങൾ അവസാനിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ നെൽപ്പാടങ്ങൾക്ക് നടുവിൽ മറ്റെവിടെയും ഇങ്ങനെ ഒരു മനോഹരമായ കാഴ്ചയുണ്ട് എന്ന് തോന്നുന്നില്ല. കഴിഞ്ഞ തവണ ഒരുപാടധികം ആളുകൾ കണ്ട് ആസ്വദിച്ചൊരു കാഴ്ചയായിരുന്നു അത് അതുപോലെ തന്നെ പരിപാലിക്കപ്പെടുന്നു. നന്നായ ആളുകൾ അത് ആസ്വദിക്കുന്നുണ്ട് എന്നറിയുന്നതിലാണ് ഏറെ സന്തോഷം. റൈഡിംഗ് റിപ്പോർട്ടർ ഇനി മറ്റൊരിടത്തേക്ക്. അടിപൊളിയല്ലേ വട്ടക്കിണർ? ഏറ്റവും ഒടുവിൽ നിഖിൽ അതിലേക്ക് ചാടി അത് അവസാനിപ്പിക്കുമെന്ന് സ്റ്റോറി അവസാനിപ്പിക്കുമെന്ന് കരുതി എത്ര ആൾക്കാരുണ്ട്? ഞാൻ പ്രതീക്ഷിച്ചിരുന്നു നിഖിൽ പക്ഷേ അങ്ങനെയായിരിക്കും ഈ ഇത് വൈൻഡപ്പ് ചെയ്യാന്നുള്ളത്. എന്തായാലും സംഭവിച്ചില്ല. നിഖിലോട് ചോദിക്കാം. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.